നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. പ്രാശനികൻ, ലക്ഷണം പറയുന്നവൻ, ആഭിചാര്യക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ക്ഷുദ്രക്കാരൻ എന്നിവരാരും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത്. ഇവർ കർത്താവിന് നിന്ദരാണ്. നിങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ കുറ്റമറ്റവരായിരിക്കണം. നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നാം കേൾക്കേണ്ടത് കർത്താവ് തരുന്ന പ്രവാചകന്മാരോടാണ്. അവൻ്റെ വാക്കാണ് ദൈവമക്കൾ കേൾക്കേണ്ടത്. ഇന്ന് നമ്മിൽ പലരും പ്രശ്നം പരിഹരിക്കാൻ അന്യദേവന്മാരെ ആരാധിക്കുന്നു, മന്ത്രവാദികളുടെ അടുത്ത് പോകുന്നു. ഇതെല്ലാം നമ്മുടെ ഭവനത്തിൻ്റെ അധപതനത്തിന് കാരണമാകുന്നു. നമ്മുടെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. മറ്റൊരു ദൈവം ഉണ്ടാകരുതെന്ന് കർത്താവ് മോശയ്ക്ക് കൽപ്പനകൾ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചാൽ അനുഗ്രഹം നദി പോലെ നമ്മിലേക്ക് ഒഴുകുമായിരുന്നു. കർത്താവ് പറയുന്നു, ആമേൻ.